ആലോചിക്കണം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണ്, ഇതിനെങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും. നിങ്ങൾ ശക്തമായ നടക്കാറുണ്ട്. പല സമരത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഒരു മരീചികയായി മാറിയിരിക്കുകയാണ്. സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരുമെന്ന്. അതൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ്. പെൻഷൻ പറ്റിയാൽ ഉദ്യോഗസ്ഥന്മാർ എവിടേക്ക് പോകുമെന്ന് ഉള്ള ചിന്തയിലേക്കാണ് പല ആളുകളും ഇരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഞാൻ 485 പോലീസ് സ്റ്റേഷനുകളിൽ വിവരാവകാശ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 50,000 പേരാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിൽ 70% ആളുകൾ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് സേനയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ ആത്മഹത്യ ചെയ്ത പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്ത 2ാം സ്ഥാനം ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ്, 485 പേർ. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ 5.25 ലക്ഷം കോടി രൂപയുടെ കടമാണ് ഈ സർക്കാരിനുള്ളത്. അപ്പൊ പൊതുകടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരുടെ ഹോസ്പിറ്റലിൽ മരുന്ന് ലഭിക്കുന്നില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, റേഷൻ കടയിൽ സാധനങ്ങളില്ല.